മുഖ്യമന്ത്രിക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തേടിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പച്ചക്കള്ളമെന്ന് അമീർ പി മുജീബ് റഹ്മാൻ. 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തിയിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDF-ഉമായി ചർച്ച നടത്തിയെന്നും പി മുജീബ് റഹ്മാൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, 2015 തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ട്. പരസ്പരം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്തുണച്ചത്. 2024 CPIM-ൻ്റെ 3 MP-മാർ, തമിഴ്നാട് മധുരയിലെ MP, തമിഴ്നാട് ഗിണ്ടിഗലിലെ MP, രാജസ്ഥാനിലെ സിക്കറിലെ MP, ഈ 3 MP-മാരും ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വോട്ട് വാങ്ങിയിട്ട് MP-മാരായവരാണ്. പിന്തുണക്കുമ്പോൾ ഓക്കെ, പിന്തുണക്കാതിരിക്കുമ്പോൾ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം, ഞാൻ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ള സത്യസന്ധതയ്ക്ക് നിരക്കുന്ന ഒരു സമീപനമല്ല. ഞാൻ പറഞ്ഞല്ലോ, 2019 ഇലക്ഷനിൽ ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, കേരളത്തിൽ മൈനോറിറ്റി ഒറ്റക്കെട്ടായിട്ട് ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് UDF-ന് പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി. 2019 രാഷ്ട്രീയ കാലാവസ്ഥയിലും CPM ജമാഅത്തും തമ്മിലുള്ള ബന്ധങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായി, സ്വാഭാവികമായിട്ടുണ്ടായി, വരച്ചിലുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ ഈ നിമിഷം വരെ UDF തള്ളി പറഞ്ഞിട്ടില്ല. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനഘ, ഈ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി തന്നെ പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി നേതാവ് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? കാരണം പിണറായി വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതികരിച്ചത് എന്തായിരുന്നു? കാരണം ഇതുവരെ ഇടതുപക്ഷത്തിന് വർഗീയ ശക്തികളുടെ പിന്തുണ തേടേണ്ട ആവശ്യം വന്നിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള വർഗീയ ശക്തികളിൽ നിന്നും ഇതുവരെ പിന്തുണ തങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോഴും ഇപ്പോൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയുടെ കൃത്യമായ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ UDF-ന്റെ കാര്യവും എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട്. കാരണം പലപ്പോഴായി പ്രതിപക്ഷ നേതാവിനോട് മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ VD സതീശൻ പറയുന്നത് എന്താണ്? തങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല, വർഗീയ ശക്തികളിൽ നിന്ന് യാതൊരു പിന്തുണയും തങ്ങൾ തേടിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഈ ഇടത് വലത് മുന്നണികൾക്കേറ്റ ഒരു വലിയ അടിയായി തന്നെ ഈ ഒരു പ്രതികരണത്തിനെ കാണാൻ സാധിക്കില്ലേ? തീർച്ചയായും ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ സംഘടനയാണ്, ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ അതിന്റെ നിർമ്മിതിയാണ് അവരുടെ ലക്ഷ്യമെന്ന് ഈ കഴിഞ്ഞ വയനാട് സത്യൻ മൊകേരി, ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ തെരഞ്ഞെടുപ്പ് വേളയിലാണ് മുഖ്യമന്ത്രി ആ വേദിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അവർ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിയെ മുഖ്യമന്ത്രി അന്ന് വിമർശിച്ചിരുന്നു. ഇന്നലെ അടക്കം മുഖ്യമന്ത്രി ഈ കാര്യം പലതവണ ആവർത്തിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഇടതിന് വേണ്ട, CPM-ന് വേണ്ട എന്ന് ആവർത്തിച്ച് നേതാക്കൾ അടക്കം പറയുമ്പോഴും ആ വാദങ്ങളൊക്കെ തള്ളിക്കളയുകയാണ്, അല്ലെങ്കിൽ അതൊക്കെ പച്ചക്കള്ളമാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. കൃത്യമായ പല തെരഞ്ഞെടുപ്പിലും പല ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമി കൃത്യമായ പിന്തുണ CPM-ന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, അവർ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ കൃത്യമായി ചർച്ച നടത്തിയിരുന്നു എന്നതാണ്. അതിന്റെ തെളിവുകളടക്കം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അവർ ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലൊക്കെയാണ് മുഖ്യമന്ത്രി തങ്ങളെ ഈ രീതിയിലടക്കം തങ്ങളെ തള്ളിപ്പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതായത് തങ്ങൾ അവർക്കൊപ്പം നിൽക്കുമ്പോൾ കുഴപ്പമില്ല, അവരിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഈ ആക്രമിക്കുന്ന അല്ലെങ്കിൽ തങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും CPM-നും UDF-നും ഈ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ടെന്നാണ്. ഇക്കഴിഞ്ഞ പാലക്കാട് വലിയ വിജയാഹ്ലാദം അല്ലെങ്കിൽ ആർജവത്തോടെ പറയുന്നുണ്ട് UDF-കാര്, തങ്ങൾ പാലക്കാട് വലിയ വിജയമാണ് വരിച്ചിരിക്കുന്നത്. എന്നാൽ ആ വിജയത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി ഇന്ന് ആണയിട്ട് പറയുകയാണ്. അതായത് തങ്ങളുടെ വോട്ട് കൊണ്ടുകൂടിയാണ് പാലക്കാട് ജയിച്ചിരിക്കുന്നത്. അതായത് ഒരു വർഗീയ സംഘടനയുടെ ഒരു വോട്ട് അവർ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് UDF പാലക്കാട് ജയിച്ചിരിക്കുന്നത് എന്ന് അവർ തന്നെ പറയുകയാണ്. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി ഇത്തരത്തിൽ തങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കൊണ്ടാണ് UDF ജയിച്ചതെന്ന് അവരോട് പറയുമ്പോൾ
പോലും അവർ ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, ആ വോട്ട് വാങ്ങി തങ്ങൾക്ക് ജയിക്കേണ്ട എന്ന ഒരു ഘട്ടത്തിൽ പോലും ഒരു UDF നേതാക്കളും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് വീണ്ടും ജമാഅത്തെ ഇസ്ലാമി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ തങ്ങൾക്ക് വേണ്ടെന്ന CPM-ഉം മുഖ്യമന്ത്രിയും പലതവണ അതൊരു വർഗീയ സംഘടനയാണ്, ഇസ്ലാമിക രാഷ്ട്രം നിർമ്മിതിയാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെ പലതവണ ഇവർ തന്നെ മുഖ്യമന്ത്രി അടക്കം ആവർത്തിക്കുമ്പോഴും എന്നാൽ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ പിന്തുണ പിണറായി വിജയൻ അടക്കം തേടിയിട്ടുണ്ട് എന്ന് തെളിവ് സഹിതം അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഓർക്കണം, ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPM ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണ പരസ്യമായും രഹസ്യമായും തേടിയിട്ടുണ്ട് എന്നതാണ്. അത് തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയനേറ്റ ഒരു കനത്ത പ്രഹരമായി തന്നെ കാണേണ്ടതുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ.